കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യേ അവന്റെ അത്ഭുതങ്ങളും ഘോഷിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത്. ഓരോ പ്രഭാതവും ദൈവം നമുക്ക് നൽകുന്ന വചനം അതിശ്രേഷ്ഠമായ വചനങ്ങളും വളരെ ആത്മീയ ഭൗതിക സാമ്പത്തിക മേഖലകളിലൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്നതും ശക്തിപ്പെടുന്നതും ബലപ്പെടുത്തുന്നതും ദൈവിക വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുന്നതും എല്ലാത്തിനേക്കാൾ ഉപരിയായി വിശുദ്ധ ജീവിതത്തിലും പ്രത്യാശയ്ക്കും കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ പണിതെടുക്കുന്നതുമായ വചനങ്ങളാണ്. അപ്പോൾ തന്നെ അതിനെല്ലാം മുകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് വായിച്ച വചനത്തിലും ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തണം. പ്രൈസരോ സർവവംശങ്ങളുടെയും മധ്യേ അത്ഭുതങ്ങളെ നമ്മൾ ഘോഷിക്കണം. അല്ലേലി ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം തന്റെ ജനത്തിന്മേൽ പകരുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുണ്ട് എന്നാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലുള്ള ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജാതി മതവും ഒന്നും പ്രശ്നമല്ല. ദൈവസേനയിൽ ആരെല്ലാം സമർപ്പണത്തോടെ കടന്നു വന്ന് ഈ കാണുന്ന മുഴുലോകത്തിന് സൃഷ്ടമായി ഇരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും അവന്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാനും ആര് തയ്യാറാകുന്നു അവരെയാണ് ദൈവം ഈ നാളുകളിൽ ശക്തമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്. ഈ വചനം എന്ന് പറയുന്നത് ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. ഒരു സ്തോത്ര സങ്കീർത്തനം എന്നാണ് ഈ ഒന്നിലുള്ള പുസ്തകം 16-ാം അധ്യായത്തെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പെട്ടകം കൂടാരത്തിൽ എത്തിയതിന്റെ സന്തോഷത്തോടെ ദാവീദും കൂടെയുള്ള ഒരു ദൈവത്തെ പാടി സ്തുതിച്ച ഒരു സങ്കീർത്തനമാണ്. ഒന്നിലുള്ള ദിവസം 16-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. ഇങ്ങനെയുണ്ട്: ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗം കഴിച്ച് ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അല്ലേലിയ എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ആ അനുഗ്രഹത്തോടുകൂടി ദൈവത്തെ ഒരു സ്തോത്ര സങ്കീർത്തനത്തോടുകൂടി സ്തോത്ര ഗാനത്തോടുകൂടി ദൈവത്തെ ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങളോടുകൂടി അവന്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുകയാണ്. അല്ലേലിയ. ഒരു പെട്ടകം വെലിസ്തന്റെ കയ്യിൽ നിന്ന് പെട്ടകത്തെ കൊണ്ടുവന്നപ്പോൾ അത് പിന്നീട് അബീനാവിന്റെ വീട്ടിലായി. അവിടുന്ന് പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ആ പെട്ടകം ദാവീദ് അതിനായി ഒരുക്കിയ കൂടാരത്തിൽ ആ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ പെട്ടകം തങ്ങളുടെ കൂടാരത്തിലെത്തിയതിന്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അല്ലേലേ. ഓർത്ത് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് ഇത്രമാത്രം സന്തോഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സ്വാഭാവിക ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ തിരുവെഴുത്താണ്. അല്ലേലിയ. ഈ തിരുവെഴുത്ത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നു. ഈ പെട്ടകത്തിൽ അല്ലേലിയ മന്നയിട്ട് വെച്ച ആമേ സ്തോത്രം, അല്ലേലിയ സ്തോത്രം. മന്നയുടെ മറ്റു വെച്ച പാത്രമുണ്ട്. അതിനകത്ത് മാത്രമല്ല അഗ്രോന്റെ തകർത്ത വടിയുണ്ട്. കൽപ്പന ന്യായപ്രമാണമുണ്ട്. ഇതൊക്കെ പഴയ നിയമ പ്രമാണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന ഈ വേദപുസ്തകത്തിന് പെട്ടകമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ, അല്ലേലിയ, അതിനെ നമ്മൾ അങ്ങനെ കണക്കുകൂട്ടുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലുടനീളം നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ, നിന്റെ ഈ ഭൂമിയിലെ ജീവിതം ജനനം തൊട്ട് മരണം വരെയുള്ള സകല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടുന്ന എല്ലാ ആത്മീയ ഭൗതിക നന്മകളും ഈ പുസ്തകത്തിനകത്ത്, ഈ പെട്ടകത്തിനകത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു പെട്ടകമായിട്ട് നമുക്ക് കാണുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ ചിന്ത. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ ചിന്താഗതിക്ക് നിങ്ങൾക്ക് തന്നെ അഭിപ്രായമൊക്കെ പറയാം. അപ്പൊ ദാവീദ് പറഞ്ഞ പോലെ ഞാനും ദൈവത്തിന്റെ അല്ലെങ്കിൽ മഹത്വം ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം എന്നെയും വിളിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നതിന് മാത്രമല്ല സകല വംശങ്ങളിടയിൽ അവന്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ ദൈവം എനിക്ക് അതിനുള്ള കൃപ തന്നു എന്ന് ഓർത്ത് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദാവീദിനെ പോലെ. അപ്പൊ നമുക്ക് ദൈവം തന്ന ഉപകാരങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു സദ്വർത്തമാനമാണ്, ഒരു വാർത്തയാണ്. വേദപുസ്തകം പറയുന്നത് ഒരു സദ്വർത്തമാനമാണ്, ഒരു വാർത്തയാണ്. അല്ലേലിയ. എന്താണ് വേദപുസ്തകത്തിലെ ചില വാർത്തകളെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്? വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില വാർത്തകൾ എന്ന് പറയുന്ന സുവിശേഷ വാർത്തകളാണ്. അല്ലെങ്കിൽ വേദപുസ്തകം
സുവിശേഷമാണ്. അതൊരു വാർത്തയാണ്, ഒരു ഗുഡ് ന്യൂസാണ്. സകലർക്കും അത് അനുഗ്രഹമാകുന്ന ഒരു വാർത്തയാണ്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം എന്ന് പറയുന്ന വാർത്ത, അനവധി വാർത്തകൾ നമ്മൾ ഈ ഭൂമി കേൾക്കണം. രാവിലെ TV തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകൾ ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വാർത്താ മാധ്യമങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരാരും സുവിശേഷം പ്രസംഗിക്കുന്നില്ല, അവർ ലോകത്തിന്റെ കാര്യങ്ങളാണ്. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യത്തിന്റെ വാർത്തകൾ, സുവിശേഷം എന്ന് പറയുന്ന വാർത്തകൾ, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ അറിയിപ്പാൻ ദൈവം നമ്മയാണ് നിയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ വാർത്ത സുവിശേഷം. ചില വാർത്തകൾ സ്വയം പരിശോധന ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം. രണ്ടാമത്തെ കാര്യം, ചില വാർത്തകൾ, ചില സന്ദേശങ്ങൾ, ചില സുവിശേഷങ്ങൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നമ്മളിപ്പോഴും അറ്റകുറ്റപ്പണി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോഴും നമ്മുടെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ടിരിക്കണം. അതിന്റെ ഏരിയ അപ്പൊ നമ്മെ തന്നെ ശോധന ചെയ്യുക. കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിലേക്ക് കർത്താവിന്റെ തിരുമേശയുടെ ബന്ധത്തിൽ ദൈവജനം വായിക്കും. കാരണം തന്നെത്തോൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. അപ്പൊ മനുഷ്യൻ എല്ലാ ദിവസവും ശോധന ചെയ്തുകൊണ്ട് വേണം ഈ ഭൂമി ജീവിക്കുവാൻ. ഒരുപാട് കുറവുള്ളവനാണ് മനുഷ്യൻ. ഞാനും നിങ്ങൾ ഒരുപാട് കുറവുകളുണ്ട്. എനിക്ക് നിങ്ങൾക്കും കുറവുകളില്ല എന്ന് വാദിക്കുവാനോ പറയുവാനോ നമുക്ക് കഴിയില്ല. നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, ബലഹീനതകൾ കടന്നു വരാം. അത് പാപമായി മാറാം. അതുകൊണ്ട് ചില സുവിശേഷത്തിലെ ചില സന്ദേശങ്ങൾ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെത്താൻ എല്ലാ ദിവസവും ശോധന ചെയ്യണം. ഹല്ലേലൂയ. മിടുക്കന്മാരാകാൻ ശ്രമിക്കരുത്. ചിലർ ഭയങ്കര മിടുക്കന്മാരാണ്. ഞാൻ ആരാണ്, റവറന്റാണ്, ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ മിടുക്കന്മാരാണ്. റവറന്റ് ഡോക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ സകല അധികാരവും താക്കോൽ അവർക്കാണ് പറയാ. റവറന്റ് ഡോക്ടർ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയൊക്കെ ചിന്തിക്കുക, അങ്ങനെയൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാൻ ഒരാളോട് സംസാരിച്ചു, പാസ്റ്റർ അങ്ങനൊന്നും പറയുന്നത് കേട്ടോ, പുള്ളി റവറന്റ് ഡോക്ടർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളിക്ക് കൊള്ളാം, റവറന്റ് ഡോക്ടറാണെങ്കിൽ പിന്നെ മൈദ ഗോതമ്പ് സൂചിയും കൂടെ ചേർത്താൽ മതിയല്ലോ, നല്ലൊരു ഭാഗമായിട്ട് ഇരിക്കും, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രിയരെ റവറന്റ് ഡോക്ടർ ആയിരുന്നാലും നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ചില ചിന്താഗതിക്കാരെന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ദീർഘനരെ നിൽക്കുന്നവരൊന്നും ശോധന ചെയ്യേണ്ട, അവരിലങ്ങ് വിശുദ്ധന്മാരാ. ഒരിക്കലും അല്ല കേട്ടോ. ദൈവവചനം പഠിക്കുമ്പോൾ വിശുദ്ധന്മാരായിട്ട് ആരും ദൈവം പ്രഖ്യാപിച്ചിട്ടില്ല. ആരും വിശുദ്ധന്മാരല്ല. നമ്മൾ ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെടണം. അത് മരണം വരെയാകട്ടോ. ഹല്ലേലൂയ. അല്ലാതെ ഈ തെറ്റായ ചിന്താഗതി പഠിപ്പിക്കലോ കേട്ടോ. അയ്യോ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം, പാസ്റ്ററൊന്നും ദൈവമല്ല കേട്ടോ. പാസ്റ്റർ ദൈവമല്ല. പാസ്റ്റർ നിങ്ങളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്. ഞാനൊരു സഭയുടെ ശുശ്രൂഷകനായി നിൽക്കുന്നത് ഞാനും ദൈവമല്ല. ഞാൻ എന്നെ ഒരിക്കലും ദൈവമാക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ ദൈവമായിട്ട് പുകഴ്ത്തത്തില്ല, ദൈവമായിട്ട് പറയുന്നില്ല, ദൈവമായിട്ട് പുകഴ്ത്താൻ ഉയർത്തി പറയാൻ പറ്റത്തില്ല. ഈ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ ഒരു ദാസനാണ്, എളിയൊരു ദാസനാണ് ഞാൻ. എന്നെ എന്തിനാ തെരഞ്ഞെടുത്ത? ജാതികളിടയിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി, സർവ്വവംശങ്ങളിടയിൽ അവന്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാരനായിരിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ ഒരിക്കലും പുകഴ്ച പറയാൻ പാടില്ല. നമുക്ക് പുകഴ്ചയും പ്രശംസയൊക്കെ പറയണം നമ്മുടെ ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്ന സന്ദേശം നമ്മളെ പരിശോധന ചെയ്യാൻ. മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് വാർത്ത നമ്മിലൊരു ഉണർവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മിലൊരു ഉണർവില്ലാതെ നമുക്ക് ആരെ ഉണർത്താൻ പറ്റത്തില്ല. ചില ആളുകളെ കാണത്തില്ല, അവരെപ്പോഴും കരഞ്ഞ് കലങ്ങിയ ഹൃദയവുമായിട്ട് കണ്ണതിലൂടെ എന്തു പറഞ്ഞാലും കരച്ചില്ല, ഇല്ലായ്മയും എന്നൊക്കെ. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഹല്ലേലൂയ. അത് നമ്മൾ പറയേണ്ട സാഹചര്യങ്ങളിൽ, പറയേണ്ട സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഞാനെപ്പോഴും ദൈവത്തിന്റെ സന്തോഷത്തോടെ പ്രസംഗിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തരുന്നൊരു സന്തോഷമാണ്. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പിന്നിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളെയും ഉണ്ടാകാം. എനിക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തിന് സന്തോഷത്തോടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളിലൊരു ഉണർവുണ്ടാക്കണം. ഹല്ലേലൂയ. നമ്മളിലൊരു ഉണർവുണ്ടാക്കാത്രത്തോളം കാലം നമുക്ക് മറ്റൊരാളിലൊരു ഉണർവുണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം ഇരുട്ടാണെങ്കിൽ ഇരുട്ട് പിടിച്ച ഹൃദയം കൊണ്ട് മറ്റൊരു ഇരുടിന്റെ ഇരിക്കിലേക്ക് എന്നിട്ട് ആ ഇരുട്ട് പ്രകാശിക്കാൻ പറ്റുമോ? ഇരുട്ട് കൊണ്ട് പ്രകാശിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇരുളിൽ കിടക്കുന്ന ജനത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഉണർവുണ്ടാകണം. ഹല്ലേലൂയ. നമ്മളിൽ ഉണർവുണ്ടാകാത്തടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഇരുളായിരിക്കും. ഒന്നുകൂടെ പറയട്ടെ, നമ്മളിൽ ഒരു ഉണർവുണ്ടാകാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ഇരുളായിരിക്കും. അതേസമയം നമ്മളൊരു ഉണർവുണ്ടായാൽ, വെളിച്ചം വന്നാൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം വെളിച്ചവുമായിരിക്കും.
അപ്പം ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ സ്ക്രീനിൽ ലഭിക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ സുവിശേഷം വിളിച്ചു പറയുക. രണ്ടാമത്തെ നമ്മെ തന്നെ ശോധന ചെയ്യുക. മൂന്നാമത്തെ സന്ദേശം എന്താണ്? നമ്മളിൽ ഒരു ഉണർവുണ്ടാക്കുക. പ്രേക്ഷകരോ, നമ്മൾ ഉണർവ് വേണം. നമ്മൾ ഉണർവില്ലാതെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ട് ഈ പ്രമാണം പറയാം. നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാർ ഏകദിവസം പറഞ്ഞാൽ കാണാതെ പഠിച്ചിട്ട് പെന്തക്കോസുകാരുടെ കൺവെൻഷൻ സ്റ്റേജിലും പെന്തക്കോസുകാരുടെ സഭയിൽ ചെന്നിട്ട് കത്തോലിക്കന്റെ പള്ളിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ ചെന്നിട്ട് മുസ്ലിങ്ങളുടെ മോസ്കിൽ ചെന്നിട്ട് രാഷ്ട്രീയക്കാര് വേദപുസ്തകം പ്രസംഗിച്ചിട്ട് അവരെ കബളിപ്പിച്ച് വോട്ട് മേടിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രൈസറോ അല്ലേലിയ. കഴിഞ്ഞ ദിവസം നമ്മുടെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ആലയത്തിന്റെ അവിടുത്തെ വലിയ പ്രശ്നമുണ്ടായി. വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞുടനെ അവിടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തടിച്ചുകൂടി അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് നിൽക്കുന്നവരുടെ അതിനെ എതിർത്ത് നിൽക്കുന്ന വിശ്വാസികളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാളെ പ്രാർത്ഥിക്കാന്, എന്റെ ഭാരതാംബികയെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കനിവ് തോന്നേ, ഞങ്ങൾക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം തരണമെന്ന്. യേശുക്രിസ്തുവെ ഞങ്ങൾക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം തരണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഭാരതാംബിക്കുന്നത് അത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തർക്ക് അവരവരെ വിവേചിക്കാം, ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ എനിക്ക് തോന്നിയത്. എന്നിട്ട് അങ്ങനത്തെ ഒരു സഹോദരൻ, ഞങ്ങൾക്കൊരു നല്ല മുഖ്യമന്ത്രിയുണ്ട്, ഒരുപാട് ദൈവത്തിനും അറിയാവുന്ന ഒരുപാട് സ്റ്റേജുകളിൽ പ്രസംഗിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഞങ്ങളുടെ പ്രശ്നം എന്നിട്ട് പരിഹരിച്ച് കണ്ടില്ലല്ലോ. പരിഹരിച്ച് കണ്ടില്ല. എന്നെ കേൾക്കുന്ന നമ്മൾ ഈ രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടി നമ്മളൊരു ഉണർവാണ്. അല്ലേലിയ. നമ്മളൊരു ഉണർവുണ്ടായി നമ്മൾ ആ ഉണർവിന്റെ അനുഭവത്തിൽ നിൽക്കുന്നെങ്കിലേ ഇരുളുകൾ മാറിപ്പോകത്തുള്ളൂ. അല്ലേലിയ. അപ്പൊ നിങ്ങളെ തന്നെ നിങ്ങൾ ശോധനയും നിങ്ങളുടെ ഉള്ളിൽ ഉണർവ് ഉണ്ടാക്കണം. നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകരുത്. ദൈവസഭ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകരുത്. ദൈവസഭയും രാഷ്ട്രീയവും ഒന്നിച്ചു കൂട്ടി കുഴയ്ക്കരുത്. വോട്ട് കിട്ടാൻ വേണ്ടി, അധികാരത്തിൽ വരാൻ വേണ്ടി അവര് പല ചക്കരവാക്കും മുഖസ്തുതി പഞ്ചാരവാക്കും ഒക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ഒട്ടിപ്പിടിച്ച് പറ്റിച്ചേർന്നൊക്കെ വരുമെന്നേ. അങ്ങനെയുള്ള ഒരുപാട് ഒച്ച് നടക്കുന്നതിൽ കണ്ടിട്ടില്ല. ഒച്ചിനെ അറിയത്തില്ല. ഒച്ചെങ്ങനെ നടക്കുന്ന പറ്റി പിടിച്ച ആ പറ്റിപ്പോകുന്ന വഴിക്കെല്ലാം അതിന് വര കാണാം, പാട് കാണാം എന്ന് പറഞ്ഞ പോലെ ഈ ചില രാഷ്ട്രീയക്കാരങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ അവൻ പോകുന്നിടത്തെല്ലാം വരച്ച് പോകും. അതുകൊണ്ട് ഒരു ഗുണവുമില്ല കേട്ടോ. അല്ലേലിയ. നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ചില നാളുകളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ലേലിയ. അപ്പൊ നമ്മളൊരു ഉണർവുണ്ടാക്കണം. നാലാമത്തെ കാര്യം എന്താണ്? അല്ലേയ. നാലാമത്തെ കാര്യം എന്തെന്ന് അല്ലെ, നമ്മളിൽ അല്ലേലിയ തേജസ് പ്രാപിക്കണം. അല്ലേലിയ. നമ്മളിൽ തേജസ് പ്രാപിച്ച് ആത്മീയജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മീയജീവിതത്തിന്റെ അനുഭവത്തെ നമ്മളുടെ പ്രകടമാക്കണം. അല്ലേലിയ. ആത്മീയജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ അതിനൊന്ന് ഉണർവ് ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ തേജസ് പ്രാപിച്ചവരായി നമുക്ക് ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അറിയണം. പ്രൈസലോ. ദൈവ വഴികളെ കുറിച്ച് അറിയുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ വഴി എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം വായിക്കുക എന്നുള്ളതാണ്. സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന 3174 വചനങ്ങളും നമ്മുടെ ആത്മജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നതാണ്. അല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് പറയുമ്പോൾ ഒരു സഹോദരൻ എന്നെ നിരന്തരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം എടുത്തുകൊണ്ടിരുന്ന പുസ്തകം വേദപുസ്തകം ജ്ഞാനം എന്ന് പറയുന്ന പുസ്തകമാണ്. ജ്ഞാനം എന്ന് പറയുന്ന പുസ്തകം സത്യവേദ പുസ്തകത്തിലില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം ജ്ഞാനം എന്ന് പറയുന്ന പുസ്തകമില്ല. ജ്ഞാനം എന്ന് പറയുന്ന പുസ്തകം ബൈബിളേ അല്ല. അല്ലേലിയ. നിങ്ങൾ ആദ്യം പഠിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ബൈബിളല്ല. അത് ചില തൽപര കക്ഷികൾ അന്നത്തെ കാലഘട്ടത്തിൽ സംഘടിതമായി കൂടിയിരുന്ന് എഴുതി വ്യാപരിച്ച് അവരുടെ ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർത്ത് POC ബൈബിളിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അല്ലേ, എനിക്കങ്ങനെ അറിയത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ സത്യവേദ പുസ്തകത്തിനകത്ത് 66 പുസ്തകമുണ്ട്. അല്ലേ, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ 66 പുസ്തകം. അതിനകത്ത് ജ്ഞാനം എന്ന് പറയുന്ന ഒരു പുസ്തകമില്ല. അല്ലേലിയ. അപ്പൊ കാനൂനികമായി അംഗീകരിച്ചതും ആദിമസഭ അംഗീകരിച്ചതും അപ്പോസ്തലന്മാർ അല്ലേലിയ പറഞ്ഞതുമായിട്ടുള്ള അംഗീകരിച്ചതുമായ ആദിമസഭയുടെ കൈവശം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവര് ദൈവത്തെ സ്തുതിച്ച 66 പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ജ്ഞാനത്തിനൊന്നും ആവശ്യമില്ല കേട്ടോ സഹോദര. ഒരു ജ്ഞാനത്തെ കുറിച്ചൊന്നും എഴുതരുത്. ജ്ഞാനത്തിന് ജ്ഞാനം ദൈവത്തിനും വരെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഒരുപാട് വാദത്ത്, നിങ്ങൾ ക്രൈസ്തവനുമാണ്, നിങ്ങൾക്കാണെങ്കിൽ ഒരു ജ്ഞാനമില്ലാത്തവനാണ് നിങ്ങൾ. അല്ലേലിയ. ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വേറെ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. അല്ലേലിയ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. അല്ലേലിയ. ഇവിടെ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പ്രസംഗിച്ചത്. യേശു പ്രസംഗിച്ചത് എന്താണ്? സുവിശേഷം.
അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ നമുക്കത് ഈ സത്യവേദോസം ഒന്ന് സുവിശേഷമാകുന്ന വാർത്ത, രണ്ടാമത് നമ്മെ തന്നെ ശോധന ചെയ്ത്, മൂന്നാമത് നമ്മൾ ഉണർവുണ്ടാക്കി ആത്മജീവിതത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, നാലാമത് നമ്മൾ തേജസ് പ്രാപിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം. ലോകത്തിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി. അപ്പൊ യേശുക്രിസ്തു ഭൂമിയിലായപ്പോൾ സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. അതേക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന് യേശു പറയുക. അല്ലേ? അപ്പൊ യോഹന്നാൻ സ്നാപകൻ ദൈവവചനം സൂക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ശേഷം യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രശ്നം എന്താണ്? സുവിശേഷമാണ്. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ശിഷ്യന്മാരുടെ ശുശ്രൂഷ എന്നാണ് സുവിശേഷം പ്രസംഗിക്കുക. അവിടെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഞങ്ങളുടെ ജോലി എന്താ? സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുന്നതിനകത്ത് ഞങ്ങൾ ഒരിക്കലും മടിയുള്ളവരല്ല. സുവിശേഷം പ്രസംഗിക്കുന്നതിനകത്ത് ഞങ്ങൾ വളരെ വാചാലര്, ഞങ്ങൾ വളരെ ആക്റ്റീവാണ്. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഏത് ശക്തി എഴുന്നേറ്റാലും, ഏതെല്ലാം ശക്തി കൊടികുത്തി എഴുന്നേറ്റ് വന്നാലും സുവിശേഷം പ്രസംഗിക്കും. നമുക്കറിയാം, കഴിഞ്ഞ 2026 വർഷം സുവിശേഷത്തിന്റെ ആരംഭകാല പ്രസംഗം തൊട്ട് ഇതിനെ ഒന്ന് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടം തൊട്ട് പലരും എഴുന്നേറ്റ് വന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ നോക്കി. പക്ഷേ ഈ പ്രസംഗം അവസാനിച്ചില്ല. പ്രസംഗം അവസാനിപ്പിക്കാൻ നോക്കിയവരൊക്കെ അവസാനിച്ചു പോയി. അതുകൊണ്ട് ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പലരും. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തര സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ലോകമെമ്പാടുമുള്ള കേരളത്തിലെ 3.25 കോടി ജനത്തോട് ഞാൻ പറയട്ടെ, എന്നെ പറയും എണ്ണത്തിൽപ്പെടാത്തവരുണ്ടല്ലോ, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വന്നിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ 145 കോടിയോളം ജനത്തോട് പറയട്ടെ, ലോകരാജ്യം 800 കോടിയധികം ജനത്തോട് പറയട്ടെ, കാലം തികഞ്ഞു എന്ന് പറഞ്ഞ ദൈവരാജ്യം വരാൻ കർത്താവിന്റെ വരവേറ്റു വാസനകൾ നീ മാനസാന്തരപ്പെടണം. നീ ലോകരാജ്യ രാഷ്ട്ര തലവന്മാരായിരുന്ന, ലോകരാജ്യ രാഷ്ട്രത്തിന്റെ ഏത് ഉന്നത പദവിയിലിരുന്നാലും, ഏത് അധികാരം നിനക്കുണ്ടായിരുന്നു പറഞ്ഞു, നീ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നാലും, അല്ലെങ്കിൽ എത്ര ഉന്നത പദവി നിനക്കുണ്ട്, നീ എത്ര വലിയ മേൽക്കോയ്മയുള്ള കുടുംബത്തിനകത്ത് നീ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും, ഒരുപാട് പാരമ്പര്യങ്ങൾ നിനക്ക് പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ടെങ്കിൽ, പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത അനുഭവം നിനക്കുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെടണം. വഴിയിൽ കിടക്കുന്ന യാചകൻ തൊട്ട് കൊട്ടാരത്തിൽ താമസിക്കുന്ന പ്രഭു വരെ മാനസാന്തരപ്പെടണം. അല്ലാതെ ഒരുത്തനും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഈ ഭൂമിയിലെ ഒരുത്തനും ദൈവരാജ്യത്തിൽ ഇവിടുന്ന് കളിച്ചും കുടിച്ചും മതിച്ചും പുളച്ചും അങ്ങ് നടന്നിട്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റില്ല. മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ലോകമെമ്പാടുള്ള സകല ജനത്തോടും പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കും. സുവിശേഷമാണ് ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ്. അതാണ് നല്ല വാർത്ത. അതിനേക്കാൾ മറ്റൊരു വാർത്തയില്ല കേട്ടോ. സ്തോത്രം. എന്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും എനിക്ക് തന്നിരിക്കുന്ന കൃപ കൊണ്ടും അഭിഷേകം കൊണ്ടും ഒക്കെ ഞാനും ചിന്തിച്ച് വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി, എന്റെ ജീവിതത്തിൽ ഈ സുവിശേഷം എന്ന വാർത്ത വന്നതാണ്. ഈ സുവിശേഷം കർത്താവിനോട് അറിയിച്ചതാണ് എനിക്കും മാറ്റങ്ങൾ വന്നത്. അതുകൊണ്ട് നമ്മൾ ലോകരാജ്യ രാഷ്ട്രത്തലവിന്റെ ഉന്നത പദവിയിൽ ഇരുന്നാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ അവസാനം നരകം തന്നെയാണ്. എന്നാൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാലും സ്വർഗം കിട്ടും. അല്ലേ? നമുക്കറിയാം, വഴിയിൽ കിടക്കുന്നവരെ നമുക്കറിയത്തില്ല. അവരും ബൈബിൾ വായിക്കാറുണ്ട്, ബൈബിൾ അവർ ശ്രദ്ധിക്കുക, അവർ വിശ്വാസികളുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നവർ അവരും വിശ്വാസികളുണ്ട്. നമുക്കവരെയൊക്കെ കാണുമ്പോൾ ഒരു പൂച്ച, പക്ഷെ അവരൊക്കെ ദൈവമക്കളായിട്ടുണ്ട് കേട്ടോ, നല്ല ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് യേശു ഭൂമിയിൽ സുവിശേഷം പ്രസംഗിച്ചു, നമ്മളും പ്രസംഗിക്കണം. വെട്ടകം ദാവീദ് കൊണ്ടുവന്നപ്പോൾ അതിനായി ഒരിക്കൽ കൂടാരത്തിൽ കൊണ്ട് വെച്ചപ്പോൾ ദാവീദ് പറയും, ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും വംശങ്ങളുടെ നടുവിൽ അവന്റെ അത്ഭുതങ്ങളും ഘോഷിക്കണമെന്ന്. എന്തിനാ നമ്മെ ദൈവം വിളിച്ചത്? ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും എന്തിനാ ദൈവം വിളിച്ചെന്ന് പോലും അറിയത്തില്ല, എന്തിനാ ദൈവസഭയ്ക്കകത്ത് വന്നെന്ന് പോലും അറിയത്തില്ല. ഇന്നത്തെ കാലം പലരും ദൈവസഭയിലേക്ക് വരുന്നത് എന്തിനാണ്? ഇവരുടെ കൂടെ പോയാൽ ഇവർക്ക് ഒരുപാട് അമേരിക്കയിൽ നിന്ന് പണമുണ്ട്, ഗൾഫിൽ നിന്ന് പണമുണ്ട്, ഒരുപാട് വിദേശ രാജ്യം ഒരുപാട് പണം കിട്ടും. ഇവരുടെ കൂടെ പോയാൽ വീട് കിട്ടും, കാറ് കിട്ടും, വണ്ടി കിട്ടും, പൈസ കിട്ടും, ഇവരുടെ കൂടെ കൂടിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞ പലരും ഈ സുവിശേഷത്തിലേക്ക് വരുന്നത്. പലരും കടം തീരാനും മക്കളെ കിട്ടിക്കാനും പഠനത്തിനും വീട് വെക്കാനും എന്ന് വേണ്ട അങ്ങനെ ഭൗതിക നന്മ ഉദ്ദേശിച്ച പലരും വരുന്നത്. സുവിശേഷത്തിൽ നിന്ന് കണ്ടിട്ടില്ലേ? വലിയ ജനത്തിനൊക്കെ എല്ലാവരും വരുന്നത്. അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ആവശ്യം, നിങ്ങൾ വരുന്നതൊക്കെ നല്ലതാണ്, നിങ്ങൾ ആവശ്യം പറയുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ അതിനായിട്ടല്ല വരേണ്ടത്.
നിങ്ങൾ എന്തിനു വരണം? സുവിശേഷം കേൾക്കാൻ വരണം. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്യാൻ വരണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകാൻ വരണം. നിങ്ങൾ തേജസ് ഭാവിക്കാൻ വരണം. അങ്ങനെ ഈ സുവിശേഷത്തിന്റെ ഘടകങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏതായിരുന്നാലും അതിൽ നിനക്ക് ദൈവം ഒരു മോചനം തരും. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം എന്ന് പറയുന്ന വിത്ത് അഥവാ യേശുക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ നിന്റെ സകല കഷ്ടവും മാറും. ഹല്ലേലൂയ. അത് യേശു നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞാൽ കർത്താവിന്റെ ജോലി ആര് ചെയ്യും? പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത് യേശുക്രിസ്തു എന്താ ഭൂമി പ്രസംഗിച്ചു. ഒന്നാമത് സുവിശേഷം പറഞ്ഞു. രണ്ടാമത് സ്വർഗരാജ്യത്തിന്റെ ഉപമകളെ വെളിപ്പെടുത്തി തന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചാൽ ദൈവരാജ്യത്തിന്റെ ഉപമകളെ കുറിച്ച് തന്നെ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എന്താണ്? ചിലത് വഴിയരികെ വിതച്ചു, ചിലര് അതിന്റെ സ്തോത്രം പാറസ്ഥലത്ത് വിതച്ചു, ചിലർ മുള്ളിനിടയിൽ വിതച്ചു, ചിലർ നല്ല നിലത്ത് വിതച്ചു. പിന്നീട് അതിന്റെ പൊരുളുകൾ തിരിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. പിന്നീട് ദൈവരാജ്യത്തെ കുറിച്ച് അനവധി മർമ്മങ്ങൾ വെളിപ്പെടുത്തി. എന്തിനാണ്? നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്, നമുക്കൊരു തിരിച്ചറിവാണ്, നമുക്കൊരു മാനസാന്തരമാണ്. നമ്മെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതത്തിന്റെ കുറവുകളേക്ക് ഏറ്റു പറഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മളൊന്ന് മാനസാന്തരപ്പെട്ട് തേജസ് പ്രാപിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തണം. നമ്മളെ അവന്റെ അത്ഭുതങ്ങളെ ഘോഷിക്കണം. എന്നിട്ട് ദൈവരാജ്യത്തിന്റെ വരവിനായി കാത്തിരിക്കണം. പ്രൈസലോ. അല്ലേ? അപ്പൊ യേശു അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് സ്തോത്രം. അല്ലേരിയ. മൂന്നാമത് യേശു സുവിശേഷം പ്രസംഗിച്ചു. രണ്ടാമത് എന്താണ് യേശു ചെയ്തത്? അല്ലേരിയ. രണ്ടാമത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിച്ചു. മൂന്നാമത്തെ കാര്യം യേശു എന്താ ചെയ്തത്? ശിഷ്യന്മാരെ എല്ലാം കൂടെ വിളിച്ചു മലമേ കൂട്ടിക്കൊണ്ടു. എല്ലാ ശിഷ്യന്മാരും ഇല്ല. നമുക്ക് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, മാർക്കോസ് സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അപ്പൊ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 തൊട്ട് അവിടെ വായിക്കുമ്പോൾ കാണാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായി യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ അതിനു മുമ്പ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കൂടി ശിഷ്യന്മാരെ എല്ലാം യേശു വിളിച്ച് ചേർത്ത് യേശുവിനോട് കൊണ്ട് നടക്കുന്ന ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ശിഷ്യന്മാർ ഇതൊക്കെ കാണുന്നെങ്കിലും അവർക്ക് യേശു ഒരു മനുഷ്യനാ എന്നേ അറിയത്തുള്ളൂ. അവന്റെ യഥാർത്ഥ രൂപഗുണ ഭാവം എന്താണ്, അവൻ ആരാണെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. അത് അവർക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മല അഥവാ താബോർ മല. ഹല്ലേലൂയ. അങ്ങനെ യേശു ഈ ശിഷ്യന്മാരിൽ പ്രധാനികൾ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ വേണമെങ്കിൽ ആരൊക്കെയാണ്? പത്രോസും യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനെ കൂട്ടി ഉയർന്ന മലയിൽ കൊണ്ട് അവരുടെ മുമ്പിൽ ഇത് വെളിപ്പെട്ട് കണ്ടോ, രൂപാന്തരപ്പെട്ടു. അതൊക്കെ ഒരു അതിശയമല്ലേ? അതൊക്കെ ഒരു അത്ഭുത സംഭവമല്ലേ? അവിടെ രൂപാന്തരപ്പെട്ടു. അപ്പോൾ എങ്ങനെ ഈ പത്രോസും യോഹന്നാനും യാക്കോബും എങ്ങനെ യേശുവിനെ കണ്ടത്? അവിടെ ഇങ്ങനെ എഴുതാ, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നന്ന്, നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഇതെല്ലാം അവിടെ പറഞ്ഞു തീർന്ന സ്വർഗൊരൊറ്റ സംസാരമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. ഇവന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെയാണ് ശിഷ്യന്മാരാകപ്പാടെ നയപ്പെട്ടതെന്ന് പറയുന്നത്. അതുവരെ പത്രോസിന്, യാക്കോബിന്, യോഹന്നാന് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ രൂപവും യഥാർത്ഥ ആ സവിശേഷത മനസ്സിലാക്കി മറുരൂപം വെച്ച് അവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ യേശു സുവിശേഷം പ്രസംഗിച്ചു. രണ്ടാമത്തെ കാര്യം സ്വർഗരാജ്യത്തിനെ കുറിച്ച് ഉപമകളിലൂടെ വെളിപ്പെടുത്തി. മൂന്നാമത് മറുരൂപം വലിയ പ്രത്യക്ഷമായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, മറുരൂപം വലിയ പ്രത്യക്ഷമായിരിക്കുന്ന യേശു നിനക്കൊന്ന് പ്രത്യക്ഷനാകുവാൻ, യേശുവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി നീ അതിനുവേണ്ടി ഒരുക്കമുള്ളവരാണെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകുമെന്ന് സങ്കീർത്തനം 20:4 രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നവരെ നിനക്ക് ഈ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയും. നീ പറയണം, കർത്താവേ, മറുരൂപം പോലെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെട്ട ദൈവമേ, എനിക്കൊന്ന് വെളിപ്പെടണമേ, എന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം നിന്നോട് വചനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, പ്രവാചക ശുശ്രൂഷയുടെ വിവിധ നിലകളിൽ ദൈവം നിന്നോട് ഇടപെടും കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വചനം വായിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാമത്തെ ലാസ്റ്റ് ഭാഗം വായിച്ചിടും കണ്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്.
അപ്പം ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവത്തിന്റെ ആ രൂപം കാണുവാൻ പത്രോസിനും യാക്കോബിനും യോഹന്നാനും അവസരം കിട്ടിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രീസിനെയും ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ശിഷ്യനായി ഒരു ദാസനായി നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തെ നിൽക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിലെ കീടങ്ങളെയൊക്കെ ദൈവം നീക്കിയെടുത്ത് നിന്നെ ശുദ്ധീകരിച്ച് ഒരു നല്ല ഇടയനാക്കി മാറ്റിയെടുക്കും ദൈവം. പ്രേക്ഷകർ അപ്പം കർത്താവിലേക്ക് വരണം. നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ മഹത്വം പ്രസ്താവിക്കണം, ജാതികളുടെ അത്ഭുതങ്ങളെ കുറിച്ച് ഘോഷിക്കണം. ഉത്തരവാദിത്വമാണ് ദൈവം തരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന് ക്രിസ്തുവിനോട് കൂടെയിരിക്കുന്ന രൂപാന്തരമലയിലെ അനുഭവങ്ങളെ നിങ്ങൾ വാഞ്ചിക്കണം. പത്രോസിന് യോഹന്നാനും യാക്കോബും രൂപാന്തരമലയിൽ കണ്ട അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ അതിനുവേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകൾ ഇന്ന് കുറവാണ് കേട്ടോ. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പത്രോസും യോഹന്നാനും പത്രോസും യാക്കോബും യോഹന്നാനും മർദ്ദവുമായി അനുഭവിച്ച അനുഭവത്തിന് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പൗലോസ് ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരൊക്കെ ഉണ്ടായിരുന്നു, ആദ്യ സമയത്ത് ചിലരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുമ്പ് കടന്നുപോയ വിശുദ്ധന്മാർ, മണ്ണിൽ കല്ലറയിൽ വിശ്രമിക്കുന്ന നിദ്ര കൊള്ളുന്ന ചില വിശുദ്ധന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആരുമില്ല. ഈ കാലഘട്ടത്തിൽ ഒരു സഭയിലും മറുരൂപമലയിൽ യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനും യോഹന്നാനും വെളിപ്പെട്ട അനുഭവം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഡിനോമിനേഷൻ ചർച്ചിനകത്ത് ഒരു നേതാവും ഇല്ലെന്ന്. അവരെല്ലാം രാഷ്ട്രീയമൊക്കെ ആഗ്രഹിക്കുന്നത്. അവർക്കെല്ലാം രാഷ്ട്രീയത്തിന്റെ ഉൾപ്പെടണം, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, രാഷ്ട്രീയത്തില് ഒന്നൊരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു ചെയർമാനോ അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഒരു MLA ഒരു MP ഒക്കെ ആകണം, അല്ലെങ്കിൽ നിയമസഭയിലോ ലോകസഭയിലോ രാജ്യസഭയിലോ. അതാ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടില്ലേ പല്ലേ? അല്ലേരിയ. പിന്നെ പലരും നമ്മുടെ മതം, നമ്മുടെ പ്രസ്ഥാനത്തിന് കസേരയ്ക്ക് വേണ്ടിയിട്ടാ, കസേരയുടെ 4 കാലിന് വേണ്ടി വരിക. അല്ല, മറുരൂപമലയിലെ അനുഭവത്തിന് വേണ്ടി ഒരു ബന്ധകോസുകാരനും ഇല്ല, ഒരു ക്രൈസ്തവനും ഇല്ല കേട്ടോ. എല്ലാവരും ഈ ഭൂമിയിലുള്ളതിന് വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ പറഞ്ഞ കൊലോസ്യ ലേഖനം 3-1 വാക്യം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, വായിക്കേ, കൊലോസ്യ ലേഖനം 3, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഉയരത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. നിങ്ങളോട് വായിക്കണം കേട്ടോ, ചിന്തിക്കണം. ഭൂമിയിലുള്ളതല്ല, നമുക്ക് ഈ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കാൻ, ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ. മറുരൂപമലയിൽ യേശു ക്രിസ്തു പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെട്ട അനുഭവം, കർത്താവ് എന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ, എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ടോ സഹോദര? ഇന്ന് ദൈവസഭയിലെ ഉണ്ടോ സഹോദരി? നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്നോടൊക്കെ ഞാൻ ചോദിക്കുക. അതോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തെ രാഷ്ട്രീയത്തിലേക്കാണോ നമ്മുടെ കണ്ണുറ്റിരിക്കുന്നത്? അതോ ഇവിടുത്തെ സ്ഥാനമാനങ്ങളാണോ? ഹല്ലേലൂയ. നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഈ പഴയ നിയമത്തിൽ പെട്ടകം കൊണ്ടുവന്ന് അതിനായിട്ടൊരിക്കൽ കൂടാരത്തിൽ കൊണ്ടുവച്ച് ദാവീദ് കൊണ്ടുവച്ച് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ഒക്കെ അർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്തോത്ര സങ്കീർത്തന പ്രാർത്ഥന 1 ദിവസം 16-ാം അധ്യായം കാണിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഹല്ലേലൂയ, തുടർന്ന് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നതാണല്ലോ നമ്മൾ ഈ വെള്ളത്തിലിറങ്ങി സ്ഥാനപ്പെട്ട് കയറുമ്പോൾ ദേവദാസം പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ജീവിതം അന്ന് കേട്ടതല്ലാതെ ആരെങ്കിലും അതിനകത്ത് നിൽക്കുന്നുണ്ടോ? അല്ലേ? മരണപര്യന്തം അവിശ്വസ്തനായിരിക്കുന്നവരുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മരണപര്യന്തം അവിശ്വസ്തനായിരിക്കുന്നവരുണ്ട്. കർത്താവിനോട് അവിശ്വസ്തരായി, ശുശ്രൂഷയിൽ അവിശ്വസ്തരായി, കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തരായി, ശുശ്രൂഷന്മാർ വിശ്വാസികളെ അവിശ്വസ്തരായി, ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യത്തിൽ അവിശ്വസ്തരായിരിക്കുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞ് നമ്മള് കർത്താവിന്റെ കൽപ്പന സ്വീകരിച്ചാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞ, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും ഞാൻ വിശ്വസ്തനാണ്. അല്ലെങ്കിൽ കർത്താവ് പറയാണ്, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും ഞാൻ വിശ്വസ്തനായി തീർന്നിരിക്കുന്നു. കാരണം നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവരവരുടെ ജോലി നിവർത്തിക്കണം. അല്ലേ? 1:5-24 എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മറുരൂപമലയിലെ അനുഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അല്ലേലൂയ. അപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയസേവകരെ, ഹല്ലേലൂയ, നമ്മൾ അവരോടുകൂടി ആ മറുരൂപമലയുടെ അനുഭവത്തിൽ കാത്തിരിക്കണം. അവരോടുകൂടെ വിശുദ്ധിയും സ്നേഹത്തെയും നമ്മൾ നിറച്ച് മഹത്വം പ്രാപിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. ഈ ലോകത്തിന് അനുരൂപരായി തീരാത്ത നന്ദിയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികത തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്
ഈ ഭൂമിയിലായിരിക്കും നിത്യാനന്ദം. അല്ലുരിയ, നിത്യാനന്ദത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. നിത്യാനന്ദമുണ്ട്. അതായത് കർത്താവിന്റെ മഹത്വത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. മഹത്വ പ്രത്യക്ഷം നിങ്ങൾ ഉണ്ടായിരിക്കും. തേജസ്സിനെ തേജസ് പ്രാപിക്കും. നിങ്ങൾ രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് നിങ്ങൾ വാഴ്ചയ്ക്കുണ്ടാകും. നിങ്ങൾ നിത്യത മുഴുവൻ സ്വർഗരാജ്യത്തിൽ ഉണ്ടായിരിക്കാനുള്ള ആ വാഴ്ചയോടെ വേണം നമ്മൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുക. അപ്പം വേദപുസ്തകത്തിൽ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാം. ഹല്ലേലൂയ. വേദപുസ്തകം 4 കാര്യം ഒരുപോലെ വരുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന്, കൃപമേൽ കൃപ പ്രാപിക്കണം. യോഹന്നാൻ 1:16 കാണുന്നത്, ഒന്ന് കൃപമേൽ കൃപ പ്രാപിക്കണം. രണ്ടാമത് നമ്മൾ മേൽക്കുമേൽ ബലം പ്രാപിക്കണം. സങ്കീർത്തനം 84:7 കിടപ്പുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം വിശുദ്ധിമേൽ വിശുദ്ധി പ്രാപിക്കണമെന്ന് വെളിപ്പാട് പുസ്തകം 22:11 കിടപ്പുണ്ട്. നാലാമത്തെ കാര്യം തേജസ്സുമേ തേജസ് പ്രാപിക്കും. 2 കൊരിന്ത്യർ 3:18. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കണം. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്ന്, ഹല്ലേലൂയ, സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. 2, നമ്മളൊരു ഉണർവുണ്ടാക്കണം. 2, നമ്മൾ ചോദന ചെയ്യണം. 3, നമ്മൾ ഉണർവുണ്ടാക്കണം. 4, ഹല്ലേലൂയ, നാലാമത്തെ കാര്യം എന്താണ്? നമ്മൾ തേജസ്സിനെ തേജസ് പ്രാപിക്കണം. യേശു ഭൂമിയിലെ 1 സുവിശേഷം പ്രസംഗിച്ചു, 2 ഉപമകളെ കുറിച്ച് പറഞ്ഞു, 3 മറുപടി വെളിപ്പെട്ടു. നാലാമത്തെ കാര്യം ഇവിടെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് 1, നമ്മൾ മേൽക്കുമേൽ കുറ പ്രാപിക്കണം. മേൽക്കുമേൽ ബലം പ്രാപിക്കണം. മേൽക്കുമേൽ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വിശുദ്ധി പ്രാപിക്കണം. തേജസ്സിനെ തേജസ് പ്രാപിക്കണം. ഈ ഒരു അനുഭവത്തിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് പകരം കേൾക്കുന്ന മാതാപിതാക്കളെ, കരഞ്ഞ് എത്ര കാലങ്ങൾ പോകും നിരാശപ്പെട്ട് നമുക്കിത് പകൽ കർത്താവെ, പത്രോസിന്, യാക്കോബിന്, യോഹന്നാന്, മറുപമരെയും വെളിപ്പെട്ട കർത്താവെ, ഞങ്ങൾക്ക് അനുഭവം തരണമേ. ആ അനുഭവത്തിൽ ജീവിക്കുവാൻ, ആ ഒരു അനുഭവത്തിലേക്ക് നീ വന്നാൽ നിന്റെ എല്ലാ കഷ്ടങ്ങളും മാറും സഹോദര സഹോദരി. നിന്റെ കണ്ണുനീര് ദൈവം മാറും. യേശുവിനൊന്ന് കാണുവാൻ, ആത്മാവിലൊന്ന് കാണുവാൻ, വിശ്വാസത്തിലൊന്ന് കാണുവാൻ വേണ്ടി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ ഭവനത്തെ അടക്കി വാഴുന്ന എല്ലാ ദുരാത്മാവിന്റെ കെട്ടുകളിൽ ആഭിചാര മന്ത്രവാദം, ദുർമന്ത്രവാദം, ദുർകൂതാര, ദുർശക്തികൾ, സാത്താന്റെ അവകാശങ്ങൾ, ഈ ലോകത്തിന്റെ പൈശാചിക ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ, നശിപ്പിക്കാൻ നിനക്ക് വേണ്ടി ശത്രു ഒരുക്കുന്ന സകല തന്ത്രങ്ങൾ നീയും നിന്റെ കുടുംബം വിടിവിക്കപ്പെടും. ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങൾ വിടിവിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവന്റെ കർത്താവി അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് യേശു പ്രത്യക്ഷമാകുമ്പോൾ നാം അവൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകുമെന്ന് യോഹന്നാൻ പറയുന്ന പോലെ ഈ ദിവസങ്ങൾ കർത്താവി പെട്ടകം അതിനുവേണ്ടി ഒരിക്കൽ കൂടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ ദാവീദും കൂട്ടരും തന്റെ സാഹചര്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഭക്തൻ പറഞ്ഞു, ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെ മധ്യ അവന്റെ അത്ഭുതങ്ങൾ ഘോഷിപ്പീൻ എന്ന പകരം കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞാൻ കയറിപ്പാൻ ഞങ്ങളുടെ ദാസനായി, ഞങ്ങളുടെ ശുശ്രൂഷനായി ഈ സുവിശേഷം മഹാസത്വാർത്ഥമായി ഈ കുണ്ടൂസിനെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഞങ്ങളെ ഇവിടുന്ന് യോഗ്യരും പ്രാപ്തരുമാക്കി മറുപമരിയിൽ പത്രോസിനെ യോഹന്നാനും വെളിപ്പെട്ട ആ അനുഭവം ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തന്നാൽ ഞങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അജീവമാണ് കൃപ നൽകണമേ. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളോട് കൂടി ജനം ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വാർത്തയ്ക്കുന്ന ഞാനും വൃത്തിരും അശറ യാചകർ ഓർഫനേജ് ഓട്ട ഇവർ തടവറയിലായിരിക്കും. രാജ്യരാഷ്ട്ര തലം അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ അടക്കമുള്ള സകലരെയും മത, സാമൂഹ്യ, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം, സയൻസ്, എഞ്ചിനീയർ അടക്കമുള്ള ഭരണവിരുദ്ധ പാർട്ടികളെയും കർത്താവ് ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ജനങ്ങളും കടന്നു പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, കർത്താവിന്റെ അത്ഭുതങ്ങൾ ഘോഷിക്കുന്നവരായി ആ തേജസ്സിന്റെ തേജസ് പ്രാപിച്ച സ്വർഗ്ഗരാജ്യത്തിൽ കാണപ്പെടുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. നിരാശയിലും സങ്കടത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലൂടെ കടന്നു അനുഭവത്തിൽ കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു വിടുതൽ കൊടുക്കണം. ഇന്ന് പകൽ ഈ വചനം പോലത്തെ കേൾക്കുമ്പോൾ ആ മരുഭൂമിയിൽ പത്രോസും യാക്കോബും യോഹന്നാനും കണ്ട ആ അനുഭവത്തെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളും വെളിപ്പെടുവാൻ അനുഭവത്തിലേക്ക് ജനത്തെ കൂട്ടിവരുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.